സർ, കുറേ കാലങ്ങളായി കേരളം ഈ ഭീകരവാദികളുടെയും അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെയൊക്കെ പറുദീസയാണ് എന്നുള്ളൊരു വൈപ്പുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചർച്ചകളിൽ ഇടം നേടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനെ സാധൂകരിക്കും വിധമാണ് ഇതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് വളരെ വലിയൊരു ഭീകരവാദിയെയാണ് നമ്മുടെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് നാളുകളായി ഓപ്പറേഷൻ ക്ലീൻ എന്നൊരു ഇതിൻ്റെ ഭാഗമായി, അതായത് ഇവിടുത്തെ ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ ഇവിടെ പൗരത്വമില്ലാത്തവരെ ഒഴിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അറസ്റ്റ് നടക്കുന്നു. കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് വന്നത്. അതായത് ഇന്ത്യയുടെ ഒറിജിനൽ ID ഉള്ള ബയോമെട്രിക് പോലും സെയിം ആകുന്ന അത്തരത്തിൽ ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഞാറക്കലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അതിന് തൊട്ട് മുൻപ് 27ഓളം ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പുരുഷന്മാരാണ്. അതിനു മുൻപ് 4 പേരെ അറസ്റ്റ് ചെയ്തു. അതായത് ഇതിങ്ങനെ ഒരു ശ്രേണി നീളുകയാണ്. അപ്പോഴാണ് പോലീസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ബയോമെട്രിക് പോലും, അതായത് നമ്മുടെ ഇവിടെ വോട്ടവകാശം ഉണ്ടെന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു ഭരണഘടന സുരക്ഷിതത്വത്തെ പോലും ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന വലിയൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? മലയാളിക്ക് തൊഴിൽ ചെയ്യാൻ, പ്രത്യേകിച്ച് കായിക അധ്വാനം വേണ്ടി വരുന്ന തൊഴിലുകൾ ചെയ്യാനുള്ള വിമുഖതയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ. അവർ പണ്ട് തമിഴരായിരുന്നു, ഇപ്പോൾ ബംഗാളി എന്ന് പൊതുവേ നമ്മൾ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ. അത് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നവരാണെങ്കിലും ബീഹാർ ആണെങ്കിലും ഒറീസ ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ബംഗാളി എന്ന ഒരു നാമധേയത്തിലാണ് പൊതുവേ നമ്മൾ അവരെ വിളിക്കുന്നത്. ഏതാണ്ട് 35-40 ലക്ഷത്തോളം പേര് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ നിർമ്മാണ മേഖലയെയും പല ചെറിയ ചെറിയ അസംഘടിത മേഖലയെയും നയിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ അനിവാര്യമായ ഒരു ദുരന്തം സംഭവിക്കാനിരിക്കുന്നു എന്ന് മുൻകാലങ്ങളിൽ ആളുകൾ പറയുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമായി വരികയാണ്. ബംഗാളിൽ നിന്ന് വരുന്ന, നമ്മുടെ ഇന്ത്യയുടെ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നു എന്ന വ്യാജേന വരുന്ന നല്ലൊരു പങ്കാളികൾ ബംഗ്ലാദേശിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്ക് വരികയും അവിടെ ഏതാനും മാസങ്ങൾ താമസിച്ച് രേഖകൾ ശരിയാക്കി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളിൽ യഥാർത്ഥ ഐഡൻറ്റിറ്റി അവർ കാണിക്കുകയും അവിടെ ഒരു വ്യാജ വിലാസം സംഘടിപ്പിച്ച് അതിനൊക്കെയുള്ള റാക്കറ്റുകൾ ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിലുണ്ട്. അവിടെ നിന്നും ഇതൊരു മനുഷ്യ കടത്താണ്, ഒരു പരിധി വരെ ഒരു ലേബർ കടത്താണ്. അവിടുന്ന് കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട മേച്ചിൽപ്പുറമാണ് കേരളം. അങ്ങ് അതിൻ്റെ സാങ്കേതിക വശമാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ബംഗ്ലാദേശിലെത്തി ഇവരവിടെ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലെത്തി ഇവരവിടെ വേണ്ട രേഖകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഒരു ചെറിയ തിരുത്ത് മാത്രം മതിയല്ലേ സ്ഥലത്തെക്കുറിച്ച്? അതായത് യഥാർത്ഥത്തിൽ അവർ സംസാരിക്കുന്ന ഭാഷ ബംഗാളിയാണ്. ബംഗ്ലാദേശിലും സംസാരിക്കുന്ന ഭാഷ ബംഗാളിയാണ്, പശ്ചിമ ബംഗാളിലും ബംഗാളിയാണ്. അപ്പോൾ അവരെ തിരിച്ചറിയാനും ബുദ്ധിമുട്ടാണ്. അവരിൽ ഹിന്ദുസും മുസ്ലിംസും എല്ലാം ഉണ്ട്. കൂടുതൽ പക്ഷേ മുസ്ലിംസ് ആയിരിക്കാം ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർ. അവർക്ക് മെച്ചപ്പെട്ട ഒരു തൊഴിലവസരം നേടുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം കേരളമാണ്. ഏറ്റവും അധികം വരുമാനമുണ്ടാകുന്ന ഇടം കേരളമാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനുള്ള ലേബർ കടത്തിന് വേണ്ടി ഏജൻറ്റുകളുണ്ട്. അവരെ പ്രത്യേകിച്ചും മധ്യ കേരളമാണ് കൂടുതൽ. എറണാകുളം ജില്ലയും പത്തനംതിട്ട ജില്ലയുടെ ചില ഭാഗങ്ങളും അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ ലേബർ കോൺക്ലേവുകളുണ്ട്. അവിടെ അവരെത്തിപ്പെടുകയും അവരിൽ പല ആളുകളും, ഈ കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ബോധവടാക്കാറില്ല. അവരെ പ്രൊഡക്റ്റീവായിട്ട് പല ജോലികൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്നു. അവരിൽ ചിലർ തീവ്രവാദ ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഒരു പരിധിവരെ സ്ലീപ്പർ സെല്ലുകളെന്ന് വേണമെങ്കിൽ പറയാം. അവർ ഹൈപ്പർ ആക്റ്റീവ് ആകുന്ന ചില നിമിഷങ്ങളുണ്ട്. അവിടെയാണ് കേരളത്തിൻ്റെ ഇമ്മിനൻറ്റ് ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇത് വർഷങ്ങളായി സൂചിപ്പിക്കുന്നതാണ്. ആദ്യമൊക്കെ ഇപ്പോൾ ജിഷ കൊലക്കേസ്, അതുപോലെയുള്ള പല കൊലക്കേസുകൾ, ഇതിലൊക്കെ ഉൾപ്പെടുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അതിനെ ഒന്ന് വ്യാപകവൽക്കരിച്ചു വരും. പക്ഷേ തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നത് കൊലപാതകം മാത്രമല്ല. തീവ്രവാദ പ്രവർത്തനം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയുന്നു എങ്കിൽ ദേ ആർ എ ഹ്യൂജ് നമ്പർ. ബംഗ്ലാദേശിൽ നിന്ന് തന്നെ എത്തിയ 10,000-കണക്കിന് ആളുകളുണ്ട് കേരളത്തിൽ. അപ്പോൾ അവരെല്ലാം ബംഗാളികൾ. അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവർക്കൊരു ബംഗാളി ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയുടെ രേഖകളുമുണ്ട്. എപ്പോഴും ഒരു രേഖ അനുസരിച്ച് എല്ലാം കറക്റ്റാണ്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ പ്ലേസ് ഓഫ് ഒറിജിൻ ഇസ് ബംഗ്ലാദേശ് റാദർ ദാൻ വെസ്റ്റ് ബംഗാൾ. ഇതാണ് വിഷയം. അതുകൊണ്ട് അവരെ കണ്ടെത്താനും ഫ്ലഷ് ഔട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ, അതായത് NRC പോലെയുള്ള പൗരത്വ രജിസ്റ്റർ പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും അത് കേരളമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമെൻമെൻ്റാണ് CAA ആയിരുന്നാലും ഇപ്പോൾ NRC ആയിരുന്നാലും. ഇപ്പോൾ NRC എങ്കിലും നടപ്പിലാക്കണം എന്നുള്ളത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ രാജ്യസുരക്ഷയ്ക്ക് വിപരീതമായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായി അവർക്ക് ഒരു തരത്തിലും നിയന്ത്രണങ്ങളില്ലാതെ വിഹരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അത് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടെ ഉയർത്തി കാണിക്കേണ്ടതല്ലേ? നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്
അത് അത്യാവശ്യ കാര്യമാണ്. പക്ഷേ അതിൽ കടന്നുകൂടുന്ന പല പേരുകളും യഥാർത്ഥത്തിൽ ഓൾറെഡി ഇവിടെ ദീർഘകാലമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾ തന്നെയാകാം. അപ്പോൾ അതിൻ്റെ മറവിൽ പോലും യഥാർത്ഥത്തിൽ അവർ പൗരത്വം ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ തടയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ബെഞ്ച് മാർക്ക് ഇയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത്. അതുകൊണ്ട് പൗരത്വ രജിസ്റ്റർ ആയിക്കൊള്ളട്ടെ, പൗരത്വ ഭേദഗതി നിയമമായിക്കൊള്ളട്ടെ, ഇതിനെല്ലാമുള്ള പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അവിടെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ബംഗാളിലെ സർക്കാരും കേരളത്തിൻ്റെ സർക്കാരും ആസാമിലെ ഒരു ചെറിയ വിഭാഗവുമാണ്. ബംഗാൾ, ആസാം മുതലായ സംസ്ഥാനങ്ങൾ അതിർത്തി സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ വളരെ തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളാണ്. അതേസമയം കേരളം വളരെ മാറിക്കിടക്കുന്ന ഒരു സംസ്ഥാനം. പക്ഷേ ലേബർ മാർക്കറ്റ് കൂടി ആയതുകൊണ്ടാണ് കേരളത്തിന് ഈ ബുദ്ധിമുട്ട്. കേരളം ഒരു നല്ല ഹോസ്പിറ്റബിൾ ടെറൈനാണ്. കാരണം ഇവിടുത്തെ UDF സംവിധാനമാണെങ്കിലും LDF സംവിധാനമാണെങ്കിലും അതെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. സ്വാഭാവികമായി ഇന്ത്യ മുന്നണി ഈ രണ്ട് ഭേദഗതികളെയും എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ്. അതുകൊണ്ടാണ് കേരളം ഒരു ഏറ്റവും അധികം ഹോസ്പിറ്റബിൾ ടെറിട്ടറി. ഒരു വൈറസ് ആണെങ്കിലും ഫംഗസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ഹോസ്പിറ്റബിൾ ബോഡിയിൽ മാത്രമേ അവർക്ക് കടക്കാനാവൂ. ഒരു ഹോസ്റ്റൈൽ ടെറൈനിൽ അവർ കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാനുള്ള ബുദ്ധിമുട്ട് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി അവർ കടന്നു വരാവുന്ന സേഫ് ഡെസ്റ്റിനേഷനായി കേരളം മാറുന്നു എന്ന് പറയുന്നതാണ് ആത്യന്തികമായ അപകടം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ ഉന്മൂലനം പൂർണ്ണമായി ചെയ്യണമെങ്കിൽ അവിടെ BJP ഭരണം വരണം എന്നൊരു ഇതുകൂടെ ഉണ്ടോ അങ്ങയുടെ വാക്കുകൾ? കേരളത്തിൽ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ കാക്ക മലന്ന് പറക്കുകയും കോഴിക്ക് മുലയുണ്ടാവുകയൊക്കെ ചെയ്യുന്ന കാലത്ത് മാത്രമേ കേരളത്തിലെ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് ഒരു സമീപ ഭാവിയിൽ നമുക്കത് പ്രതീക്ഷിക്കാനാവില്ല. നിലവിലുള്ള നിയമങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെ ഈ വിഷയത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കർട്ടൈൽ ചെയ്യുകയും ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ, കേരളത്തിലെ സംവിധായകരും പൊതുസമൂഹവും ഉണർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ഈ UDF LDF എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ മതിയാകും ഇതിനെ ഡീൽ ചെയ്യാൻ. പക്ഷേ ഇവരെ ഒരു രാഷ്ട്രീയമായി അവർക്ക് വോട്ടവകാശം കേരളത്തിലില്ല. ഇപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി ബംഗാളുമായി ബന്ധപ്പെട്ടോ ഒറീസയുമായി ബന്ധപ്പെട്ടോ ഒക്കെയാണ്. പക്ഷേ അതിനുള്ള നിയമ വ്യവസ്ഥകളുണ്ടാകണം. അതുമാത്രമല്ല, മലയാളി വരുത്തി വെക്കുന്ന ഒരു ദുരന്തമാണ്. ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുറ്റം പറയാനാവില്ല. അതുകൊണ്ട് ഇതേ കായിക അധ്വാനം നമ്മൾ ഗൾഫിൽ ചെയ്യാൻ തയ്യാറാണ്, മറ്റു രാജ്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതേസമയം അവർ മലയാളി വെക്കേറ്റ് ചെയ്യുന്ന ആ സ്പേസിലേക്കാണ് നുഴഞ്ഞു കയറുന്നത്. ഇത് കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോഴല്ല, വളരെ കാലങ്ങളായി, സാർ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ വളരെ കാലങ്ങളായി ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇതിലൊരു മാറ്റവും ഇല്ലാണ്ട് തുടരുന്നു. അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലൊക്കെ ചില ഓപ്പറേഷൻസ് നടക്കുന്നു. ഇതിലെന്തെങ്കിലും പുരോഗമനമുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദ്യചിഹ്നമാണ്. അപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത, അത് വലിയൊരു ഇതുണ്ടാക്കുന്നതല്ലേ, മാനസിക ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കുന്നതല്ലേ. നമ്മുടെ ബയോമെട്രിക് ഇതുപോലും വിശ്വസനീയമായ തരത്തിൽ ഇത്തരത്തിലുള്ള വ്യാജരേഖ ചമയ്ക്കുക എന്ന് പറയുന്നത് വ്യാജമല്ല, അത് ഒറിജിനൽ എന്നാണ് പറയേണ്ടത്. വ്യാജരേഖയല്ല, ഒറിജിനൽ രേഖയാണ്. ബയോമെട്രിക്സ് കനോട്ട് ബി വ്യാജം, അത് ഒറിജിനലാണ്. ഒറിജിനൽ അത് ചെയ്യാനുള്ള അവർക്ക് വോട്ടവകാശമുണ്ടോ സാർ? നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ബയോമെട്രിക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ, വോട്ടേഴ്സ് പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ, കേരളത്തിലുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രവണതയെ, അതായത് ഇതൊരു അടിസ്ഥാന ഘടകത്തിലേക്ക് വരണം. നമ്മുടെ ഉപരിതലത്തിലാണ് മരുന്ന് തേക്കുന്നത്, അങ്ങനെയല്ല, അതിൻ്റെ ഡീപ്പ് ഇഷ്യൂവിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവർക്ക് ഏത് സെൻറ്റേഴ്സിലാണ് ഇത് ചെയ്തു കൊടുക്കുന്ന എനേബിളിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കർബ് ചെയ്യുക എന്നതല്ലാതെ മറ്റ് പരിഹാര മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനകത്ത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലെങ്കിലും എടുക്കാൻ പറ്റുമോ? കാരണം പലരും പറയുന്നുണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നവർ ഇവരുടെ ID കാർഡ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന കോൺട്രാക്ട്, ഇവർ ജോലിക്കാണല്ലോ ഇവർ പ്രധാനമായി ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരെ ജോലിക്ക് എടുക്കുമ്പോൾ അവരുടെ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നൊക്കെ പറയുന്നത് സാധ്യമായ ഒരു കാര്യമാണോ നിലവിലെ കേരളത്തിലെ അവസ്ഥയിൽ? കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബൾക്കായിട്ട് ലേബറേഴ്സ് വരികയാണ്. അവർക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഐഡൻറ്റിറ്റി കാർഡുകൾ പരിശോധിക്കാനൊരു സംവിധാനം അവർക്കില്ല. മലയാളിയായ കോൺട്രാക്ടർക്ക് ബംഗാളിൽ പോയി, ഇവരുടെ ഗ്രാമത്തിൽ പോയി ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് അത് അംഗീകരിക്കുക എന്നതാണ്. ജോലി എംപ്ലോയ് ചെയ്യുന്ന എംപ്ലോയർക്കാണെങ്കിലും പറമ്പിലെ പണിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊച്ചു ജോലികളായിരിക്കും, അവർക്ക് പോലും ഈ ഐഡൻറ്റിറ്റി കാർഡ് സ്വീകാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അവർ പ്രശ്നമുണ്ടാക്കാത്തടത്തോളം കാലം, ഒരു കഠിനാധ്വാനം ചെയ്യുന്നിടത്തോളം കാലം മറ്റ് പ്രശ്നങ്ങളില്ല. ഭീകര പ്രവർത്തനം വരുമ്പോഴാണ് കളമാകെ മാറുന്നത്. അതാണ് വിഷയം.
ഇവിടെ ഇപ്പോൾ NIA പോലുള്ള സംവിധാനങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ കേരളത്തിൽ മാത്രമാണോ ഇത് എന്നുള്ള വലിയൊരു ചോദ്യം കൂടെയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ വിഷയമുണ്ട്. പക്ഷേ കേരളത്തിൽ അത് ആംപ്ലിഫൈഡ് ആണ്. ചില സെൻറ്റേഴ്സ്, പെരുമ്പാവൂരാകട്ടെ, മൂവാറ്റുപുഴയാകട്ടെ, അങ്ങനെ ചില പ്രദേശങ്ങളിൽ കൂടുതലായി ഈ സാന്നിധ്യമുണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ. കാരണം അവർക്ക് ഇൻഡസ്ട്രിയൽ സാധ്യതയുള്ള സ്ഥലത്ത് മാത്രമാണ്, അല്ലാതെ മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ കൈത്തൊഴിൽ, കൊച്ചു തൊഴിലുകൾ ചെയ്യാൻ പോലും അവർ വന്നിരിക്കുന്നു. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ഈ കാണുന്ന റോഡിൽ കണ്ടുമുട്ടുന്ന ആളോട് എന്തെങ്കിലും വഴി ചോദിച്ചാൽ ആ ബംഗാളി ഭാഷയിലായിരിക്കും മറുപടി വരുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് 3.5 കോടി മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൻ്റെ ഒരു വലിയ 1/2 കോടിയോളം പേര് അന്യസംസ്ഥാന തൊഴിലാളികളാകുമ്പോൾ കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് തന്നെ തെറ്റുന്നു. അത് ലാർജർ ഇഷ്യൂ ആണ്. അത് അഡ്രസ്സ് ചെയ്യാനുള്ള സമയമായി എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കുറച്ച് വർഷങ്ങളിലൂടെ കഴിയുമ്പോൾ ഒരു പക്ഷേ കേരളം വലിയൊരു പ്രശ്നം നേരിടുന്ന അവസ്ഥയിലേക്ക് വരും അല്ലേ? അങ്ങനെ വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.